പാഴ്വാക്കുകൾ. ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. എല്ലാ കഥകളും എല്ലാ ജീവിതവും അങ്ങനെയാണ് തുടങ്ങുക. ഒടുക്കം മാത്രമാണ് എല്ലായ്പ്പോഴും വ്യത്യസ്തമാകുന്നത്. എന്താകും നമ്മുടെ ജീവിതങ്ങളെ വിജയമെന്നോ പരാജയമെന്നോ നിർണയിക്കുന്നത്? നമ്മുടെ വാക്കുകൾ തന്നെ. ഈശോ പറയുന്നു, നീ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിനക്കും അളക്കപ്പെടും. വാഗ്ദാനം ചെയ്തതിനേക്കാൾ മോശമായി പ്രവർത്തിച്ച ഒന്നാമനും വാഗ്ദാനത്തിലും ഉപരി മേന്മയിൽ പ്രവർത്തിച്ച രണ്ടാമനുമാണ് പ്രസ്തുത ഉപമയിലെ കഥാപാത്രങ്ങൾ. ഈ ലോകത്തിലെ സകല മനുഷ്യരുടെയും പ്രതിനിധികളാണിവർ. പിതാവിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഒരേപോലെ, പിതാവിനോടുള്ള ഉത്തരവാദിത്വങ്ങളും ഒരേപോലെയുള്ളവർ. ആദ്യ പാപത്തിനു ശേഷം പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദത്തോടും ഹവ്വായോടും സൃഷ്ടാവായ ദൈവം പറഞ്ഞു, നീ ഭൂമിയിൽ അലഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. ശ്രദ്ധിക്കൂ, കരുണാമയനായ തമ്പുരാൻ വീണ്ടും അവരെ തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക്, പറുദീസായിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ വാക്കുകൾ ശ്രദ്ധിക്കണേ. ഇന്ന് എൻ്റെ തോട്ടത്തിൽ ജോലി ചെയ്യുക. അവൻ്റെ വേലകൾ ഇന്ന് ഈ നിമിഷം നിറവേറേണ്ടവയാണ്. ആർക്കും വേല ചെയ്യാനാകാത്ത രാത്രികാലത്തിൻ്റെ സൂചനകളും ഇവിടെ വെളിപ്പെടുന്നുണ്ട്. പിതാവിനോട് മറുതലിച്ച് പിണങ്ങി സ്വത്തുവാങ്ങി പുറപ്പെട്ടു പോകുന്ന ധൂർത്തപുത്രൻ്റെ മറ്റൊരു പതിപ്പാണ് രണ്ടാമത്തെ മകൻ. പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ഓർമ്മയിൽ, ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചുള്ള ബോധ്യത്തിൽ അവൻ മടങ്ങിയെത്തുകയാണ് ഉചിതമായ തീരുമാനത്തിലേക്ക്. മാനസാന്തരം മനസ്സിൻ്റെ മാറ്റമാണ്, നന്മയിലേക്കുള്ള മാറ്റം. മെത്തനോയിയ എന്ന ഗ്രീക്ക് പദമാണ് ഈ അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദം. നമ്മുടെ തീരുമാനങ്ങളൊക്കെ ദ്രുതവേഗത്തിലാണ്. പൊടുന്നനെ നൽകിയ വാഗ്ദാനങ്ങളോട് വിശ്വസ്തത പുലർത്തുവാനാകുന്നില്ല എന്നതാണ് മിക്ക ജീവിത ദുരന്തങ്ങളുടെയും കാരണം. ദൈവത്തിനും സഹോദരങ്ങൾക്കുമായി നാം കൊടുത്ത വാഗ്ദാനങ്ങൾ എവിടെ? തിരികെ വരുമ്പോൾ കൊടുത്തു വീട്ടിക്കൊള്ളാം എന്നു പറഞ്ഞ് പിരിഞ്ഞുപോയ നല്ല ശമറായൻ തിരിച്ചു വരാത്തതിനെക്കുറിച്ച് ഒരു മാത്ര ചിന്തിച്ചു നോക്കൂ. നമ്മുടെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് സത്രങ്ങളിൽ കഴിയുന്ന ആരെങ്കിലുമുണ്ടോ? കൊടുത്ത് തീർക്കാമെന്നേറ്റ കടങ്ങൾ, ചെയ്തു തീർക്കാമെന്നേറ്റ ജോലികൾ, പങ്കുവച്ചുകൊള്ളാം എന്നേറ്റ ദൗത്യങ്ങൾ, പരിശുദ്ധമായ അൾത്താരയുടെ മുന്നിൽ നിന്നുകൊണ്ട് നൽകിയ പരിശുദ്ധമായ വാക്ക്, ഇന്നു മുതൽ മരണം വരെ സാഷ്ടാംഗം പ്രണമിച്ച് നൽകിയ വാക്ക്, മരണത്തോളം നിന്റെ ദാസനായിരുന്നു കൊള്ളാം, ശിരസിനെ മൂടിയ വസ്ത്രത്തിന് കീഴേ നിന്ന് എന്നും നിന്റെ മണവാട്ടിയായി നിലകൊള്ളാം. ദൈവമേ, ഒക്കെ പാഴ്വാക്കുകളായിരുന്നുവെന്നോ? ശ്രദ്ധിക്കണേ, ആർക്കും വേല ചെയ്യാനാകാത്ത രാത്രികാലം വരും മുമ്പ് നമുക്ക് ഇന്ന് ഈ പകലിൽ അവയൊക്കെ ചെയ്തു തീർക്കാം. നോമ്പുകാലം തിരികെ നടക്കുവാനുള്ള കാലമാക്കാം. നമ്മുടെ വാഗ്ദാനങ്ങളിലേക്ക്. വാക്കുകൾക്ക് വ്രതത്തിൻ്റെ വിശുദ്ധി നൽകുമ്പോഴാണ് അവ വാഗ്ദാനമാകുന്നത്. നാം ഉണർന്നിരിക്കും എന്ന പ്രതീക്ഷയിൽ ഒരു കല്ലേറ് ദൂരെ രക്തം വിയർത്ത് അവനുണ്ട് എന്ന ഓർമ്മയിൽ നമുക്ക് ഉണർവോടെ ഇരിക്കാം. ആമേൻ. യേശുനാമം മഹോന്നതം, യേശുവേ യേശുവേ, യേശുനാമം മഹോന്നതം, യേശുവേ യേശുവേ, യേശുനാമം മഹോന്നതം, യേശുവേ യേശുവേ, യേശുനാമം മഹോന്നതം, യേശുവേ യേശുവേ. സൗഖ്യദായകം യേശുനാമമേ
പാപമോചനനാമമേ യേശുനാമം മഹോന്നതം യേശുവേ യേശുവേ ജീവദായകം യേശുനാമമേ ആദിശബ്ദമാം നാമമേ യേശുനാമം മഹോന്നതം യേശുവേ യേശുവേ ശാന്തിദായകം യേശുനാമമേ ശക്തിദായക നാമമേ യേശുനാമം മഹോന്നതം യേശുവേ യേശുവേ മോക്ഷദായകം യേശുനാമമേ മുക്തിദായക